മഴതോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബബിതയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന കാമുകനാണ് അമൽ. കേവലം പ്രണയം എന്നതിലുപരി ബബിതയെ സ്വന്തമാക്കാൻ മാത്രം ലക്ഷ്യമിട്ട അമലിന്റെ മനസ്സിൽ ഇരുണ്ട ചിന്തകൾ മാത്രമായിരുന്നു. ഒരു രാത്രിയിൽ അവർ ഒരുമിച്ച് ഒരു യാത്രയെക്കുറിച്ചും രാത്രി പാർട്ടിയെക്കുറിച്ചും ചർച്ച ചെയ്തു. അമൽ തന്റെ സുഹൃത്തുക്കളെ കൂട്ടാമെന്ന് നിർദ്ദേശിച്ചപ്പോൾ ബബിത അതിനെ എതിർത്തു. വേണ്ട, നമുക്ക് മാത്രം പോയാൽ മതി ഈ യാത്ര, അവൾ വാദിച്ചു. എങ്കിലും അവൾ തൻ്റെ പദ്ധതിയിൽ തന്നെ ഉറച്ചു നിന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്തു പോയി. അടുത്ത ദിവസം ശനിയാഴ്ച തിരികെ വരാമെന്നായിരുന്നു അവരുടെ പ്ലാന്. വീട്ടിൽ പറയാനുള്ള ഒരു കള്ളക്കഥയും അവർ മെനഞ്ഞു. വൈജയന്തിയെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിരുന്നു ബബിതയുടെ തീരുമാനം. ഒരു കൂട്ടുകാരിയുടെ പിറന്നാൾ പാർട്ടിയുണ്ടെന്നും രാത്രി വൈകുന്നതുകൊണ്ട് അവിടെ തങ്ങാനും പറഞ്ഞ് അവൾ വൈജയന്തിയുടെ സമ്മതം വാങ്ങിച്ചു. ബാലചന്ദ്രൻ അറിയാതെയാണ് ഈ നീക്കം. കാരണം അച്ഛൻ അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് ബബിതയ്ക്ക് ഉറപ്പായിരുന്നു. അച്ഛനോട് ചോദിച്ചാൽ ഓരോ കാര്യങ്ങളും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമെന്ന ധാരണയിൽ അവൾ വൈജയന്തിയോട് മാത്രം ഈ ഒരു കാര്യം സൂചിപ്പിച്ചു. വൈജയന്തി ആദ്യം ബാലചന്ദ്രനോട് പറയാൻ ആവശ്യപ്പെട്ടെങ്കിലും ബബിതയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു. ഈ സംഭാഷണങ്ങളെല്ലാം തന്നെ അലീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബബിത എവിടേക്കോ പോവാനൊരുങ്ങുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ബബിത അടുത്ത ദിവസം ക്ലാസ് കട്ട് ചെയ്ത് അമലിനൊപ്പം യാത്ര തിരിച്ചു. കൂട്ടുകാരുടെ പിറന്നാൾ എന്ന കള്ളം പറഞ്ഞ് പുറപ്പെട്ട അവർ അമലിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു റിസോർട്ടിലെത്തി. അവിടെ റൂം എടുത്ത് തങ്ങാനും ഒരു തകർപ്പൻ പാർട്ടി നടത്താനുമായിരുന്നു അവരുടെ പദ്ധതി. ബബിതയടക്കം എല്ലാവരും സന്തോഷത്തോടെ ആടി തിമിർത്തു. അവിടെ പാട്ടും ഡാൻസും കളികളും എല്ലാം അരങ്ങേറി. എന്നാൽ ആ പാർട്ടിയിൽ ലഹരിയുടെ അംശങ്ങളും ഉണ്ടായിരുന്നു. അമൽ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. അവൻ ലഹരി ഉപയോഗിക്കുന്നത് കണ്ട ബബിത ഒന്ന് ഞെട്ടി. നീ ഇതൊക്കെ ഉപയോഗിക്കുമോ അമൽ? ഇതൊക്കെ എന്തിനാണ്? അവൾ ചോദിച്ചു. ഇല്ല, ഞാനിതൊന്നും അധികം ഉപയോഗിക്കാറില്ല. കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ മാത്രം, അവൻ കള്ളം പറഞ്ഞു. ബബിത എതിർത്തെങ്കിലും അവൻ അത് വകവെച്ചില്ല. ബബിതയെ ചതിയിൽപ്പെടുത്താൻ മാത്രം ലക്ഷ്യമിട്ട അമൽ ഒരു തന്ത്രം പ്രയോഗിച്ചു. നീ ഒരു കോളെങ്കിലും കുടിക്കു ബബിത. അങ്ങനെയും പറഞ്ഞ് അവൻ ഒരു കോളയുമായി അവളുടെ അടുത്തേക്ക് പോയി. അവിടെ വെച്ച് അവൻ രഹസ്യമായി മയക്കുമരുന്ന് പൊടി കോളയിൽ കലർത്തി. സംശയം ഒട്ടും തോന്നാതെ അമൽ സ്നേഹത്തോടെ നൽകിയ കോള ബബിത മുഴുവനായി കുടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് അസ്വസ്ഥതകളുണ്ടായി. തലകറക്കവും ക്ഷീണവും, കാലുറക്കാത്ത അവസ്ഥയും. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു അമൽ, ഒന്ന് പോയി കിടന്നാൽ മതിയായിരുന്നു, അവൾ പറഞ്ഞു. ഈ അവസരം മുതലെടുത്ത് അമൽ അവളെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബബിത ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്നൊന്നും അവൾക്കറിയില്ല. പിറ്റേന്നാണ് ബബിതയ്ക്ക് ബോധം വന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബബിതയുടെ ദേഹത്ത് വസ്ത്രമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായ അവൾ ആകെ തകർന്നുപോയി. തൻ്റെ നഗ്നമായ മേനി പുതപ്പുകൊണ്ട് പൊതിച്ചുകൊണ്ട് തന്നെ ഭയങ്കരമായ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അവൾ കരഞ്ഞു. ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന അമലിനോട് അവൾ കോപിച്ചു. നീ എന്താണ് എന്നോട് ചെയ്തത് അമൽ? ഇതിനായിരുന്നോ നീ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? എൻ്റെ ജീവിതം പോയല്ലോ ദൈവമേ. അവൾ അവനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നാൽ അമൽ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എടോ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, ഇതൊന്നും അത്ര പുതുമയൊന്നുമല്ല, അവൻ പറഞ്ഞു. ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴേക്കും അറിയാതെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി എന്നെല്ലാം പറഞ്ഞ് അവൻ അവളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ഉള്ളിലെ കള്ളത്തരം ബബിതയ്ക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി. എന്നാൽ ആ ഒരു ചതിയുടെ ആഴം ബബിത അറിഞ്ഞത് പിന്നീടാണ്. അമൽ അവളെ മയക്കിയതിനു ശേഷം അവളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും എടുത്ത് ഫോണിൽ സൂക്ഷിച്ചിരുന്നു. നമ്മൾ മാത്രമേ ഇതറിയൂ. സാധാരണ പോലെ വീട്ടിലേക്ക് പോയാൽ മതി, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ വിവാഹം കഴിക്കും ബബിത. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അമൽ അവളെ ആശ്വസിപ്പിച്ചു. എങ്കിലും അമൽ തന്നോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ബബിത ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ബബിത അമലിനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. അവൻ്റെ ആവശ്യം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവൻ അവളെ ഒഴിവാക്കുകയായിരുന്നു. കോളേജിലും മറ്റ് സ്ഥലങ്ങളിലും വെച്ച് അവൾ അവനെ കാണാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ ഒഴിവാക്കി നടന്നു. തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തതെല്ലാം തന്നെ സംഭവിച്ചു. അമൽ തന്നെ ഇങ്ങനെ കൈവിടുമെന്നൊന്നും ബബിത ഒട്ടും തന്നെ വിചാരിച്ചിരുന്നില്ല. ഒടുവിൽ ഒരു ദിവസം അമലിനെ കാണാനായി അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ബബിത ചെന്നു. അവിടെ വെച്ച് അമൽ മറ്റൊരു പെൺകുട്ടിയുമായി വരുന്നത് അവൾ കണ്ടു. ബബിത രോഷാകുലയായി വഴക്കുണ്ടാക്കി. നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത്? എനിക്കിനി നിന്റെ വേണ്ട.
നിന്നെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞതല്ലേ, എനിക്ക് നിന്റെ ആവശ്യം കഴിഞ്ഞു, ഇനി നീ നിന്റെ പണി നോക്കുകയെന്നൊക്കെ പറഞ്ഞ് അമൽ അവളോട് ഒരുപാടധികം ദേഷ്യത്തോടെ തന്നെ അവളെ ആട്ടിയോടിച്ചു. താൻ പോലീസിൽ പരാതി നൽകുമെന്നും എല്ലാവരോടും സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയുമെന്നും ബബിത പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അന്നേരം അമൽ പറയുന്നത്, ആയിക്കോട്ടെ ശരി, നീ പോലീസിന് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തോളൂ, അതിനു മുൻപ് നീ ഇതൊന്ന് കണ്ടു നോക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ അവളുടെ നഗ്നചിത്രങ്ങളും വീഡിയോസ് എല്ലാം തന്നെ മൊബൈലിൽ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടതോടുകൂടി തന്നെ ബബിത മാനസികമായി ആകെ തകർന്നു പോയി. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ആകെ തകർന്ന മനസ്സുമായിട്ടാണ് ബബിത വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഭയങ്കരമായ ടെൻഷനോടുകൂടെ തന്നെ ബബിത കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നതെല്ലാം തന്നെ അലീന കണ്ടു. ദിവസങ്ങളായി ബബിതയുടെ ടെൻഷനും ഫോൺ വിളികളും അലീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബബിതയ്ക്ക് എന്തോ പന്തികേട് സംഭവിച്ചതായി അവൾക്ക് തോന്നി. അലീന അവളുടെ പിന്നാലെ തന്നെ മുകളിലേക്ക് ചെന്നു. ബബിത അകത്തേക്ക് കയറി വാതിലങ്ങ് കുറ്റിയിട്ടു. അലീന പുറത്തുനിന്നും കുറേ വിളിച്ചിട്ടും വാതിലൊന്നും തുറന്നില്ല. അലീനക്ക് വല്ലാത്ത ഭയം തോന്നി. ബബിത അമലിനൊപ്പമാണ് പോയതെന്ന കാര്യം അലീനക്ക് അറിയാമായിരുന്നു. എല്ലാം കൂടി കൂട്ടിക്കെട്ടി അവൾക്ക് സംഭവിച്ചതെന്താണെന്ന് ഏകദേശം അലീനക്ക് മനസ്സിലായി. വാതിൽ തുറക്കാതെ വന്നപ്പോൾ അലീന അപ്പുറത്ത് ജനലിലൂടെ നോക്കി. ബബിത അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അലീന കണ്ടത് അവളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഫാനിൽ ഒരു തുണി തൂക്കിയിട്ടിരിക്കുന്നു. ബബിത ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അലീന ആകെ ഭയന്ന് വിളിച്ചെങ്കിലും ബബിത പ്രതികരിച്ചില്ല. അലീന വാതിൽ ശക്തമായി ഇടിച്ചു. ഡോർ തുറക്ക് മോളെ, നീ എന്താ ഈ ചെയ്യുന്നത്? അബദ്ധമൊന്നും കാണിക്കരുത്, ഞാനാ വിളിക്കുന്നത്. അലീന നിർത്താതെ ബബിതയെ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ശല്യം സഹിക്കവയ്യാതെ ഒടുവിൽ ബബിത വാതിൽ തുറന്നു കൊടുത്തു. നീ എന്താ ഈ കാണിക്കുന്നത്? നീ എന്തിനാണ് ഈ ഡോർ അടച്ചിട്ടിരിക്കുന്നത്? അലീന ചോദിച്ചു. ബബിത പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, അതിനിപ്പം നിനക്കെന്താ? നീ എന്തിനാണ് എൻ്റെ കാര്യം നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ബബിത അലീനയോട് ദേഷ്യപ്പെടും. വാതിൽ തുറന്ന പാടെ അലീന ഫാനിലെ കെട്ടിത്തൂക്കിയിരിക്കുന്ന ആ ഒരു തുണി കണ്ടു. അവൾ വേഗം അകത്തേക്ക് കയറി ചെന്ന്, നീ എന്താ ഈ കാണിക്കാൻ പോകുന്നത്? എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അലീനക്ക് ദേഷ്യം അടക്കാൻ കഴിയാതെ ബബിതയുടെ കർണം നോക്കിയിട്ട് ഒരൊറ്റൊന്നങ്ങ് പൊട്ടിക്കാണ്. അതോടുകൂടെ തന്നെ ബബിത ആകെ തളർന്ന് നേരെ ബെഡിലേക്ക് വീണു. സങ്കടം കൊണ്ട് തന്നെ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? അന്നേരം ബബിത എന്ത് ചെയ്യണമെന്നറിയാതെ അലീനയ്ക്ക് നേരെ അങ്ങ് പൊട്ടിക്കരയാണ്. അലീന സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് ബബിത അലീനയെ ചേച്ചിയെന്ന് ആത്മാർത്ഥമായി വിളിക്കുന്നത്. ബബിത പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ ആകെ പിഴച്ചുപോയി ചേച്ചി, ഞാൻ ചീത്തയായി പോയി, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല, എൻ്റെ ജീവിതം തന്നെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബബിത പൊട്ടിക്കരയാൻ തുടങ്ങി. ബബിതയുടെ ഈ ഒരു ദുരന്തമെല്ലാം കേട്ടതോടുകൂടി തന്നെ അലീന ആകെ തകർന്നു പോയി. എങ്ങനെ ഒരു പോംവഴി കണ്ടെത്തുമെന്നറിയാതെ അവൾ ആകെ വിഷമിച്ചു. ബബിത കാല് പിടിച്ച് അലീനയോട് യാചിച്ചു, ആരോടും ഇതൊന്നും ഒരിക്കലും പറയരുത് ചേച്ചി, അച്ഛനോടോ അമ്മയോടോ ഒന്നും പറയല്ലേ, ആരും ഇതറിയല്ലേ, അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല, ഞാൻ പിന്നെ മരിച്ചു പോവും, എന്നെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ ബബിത പൊട്ടിക്കരയാൻ തുടങ്ങും. അന്നേരം അലീന അവളെ ആശ്വസിപ്പിച്ചു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നിനക്കൊന്നും സംഭവിക്കില്ല, നീ അവൻ്റെ വിവരങ്ങളെല്ലാം തന്നെ എനിക്ക് തരൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന ബബിതയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, അമൽ ഇനിയും നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ അവൻ്റെ കൂടെ ചെല്ലാമെന്ന് പറയ്. അലീന പറയുന്നതും കേട്ടുകൊണ്ട് തന്നെ ബബിത ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ചേച്ചി നിങ്ങൾ ഈ പറയുന്നത്? ഇനിയും ഞാൻ അവൻ്റെ കൂടെ ചെല്ലാനോ? എന്നിട്ട് അവൻ എന്നെ വീണ്ടും വീണ്ടും നശിപ്പിക്കില്ലേ? അലീന പറയുന്നുണ്ട്, മോളെ, നീ ഞാൻ പറയുന്നത് കേൾക്ക്, അവൻ ഇനി വിളിക്കുകയാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് വരാമെന്ന് നിന്റെ കൂടെ ഞാനും വരാം, നിനക്കൊന്നും സംഭവിക്കില്ല, ഇത് ഞാൻ തരുന്ന വാക്കാണെന്നൊക്കെ പറഞ്ഞ് അലീന ബബിതയ്ക്ക് ധൈര്യം നൽകും. എന്നാൽ ഈ പ്രശ്നം ഒരിക്കലും തനിക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ അലീന മനുശങ്കറിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യത്തിന് കൂട്ടുപിടിക്കും. മനുവിനോട് കാര്യങ്ങളെല്ലാം തന്നെ ചെറുതായിട്ട് സൂചിപ്പിച്ചു. അങ്ങനെ മനുവിനെയും കൂട്ടി ബബിതയെ കൊണ്ട് അമൽ വിളിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ അവര്. ആദ്യം ബബിത മാത്രമാണ് അകത്തേക്ക് പോയത്. അമലും അവൻ്റെ 2 കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. അമൽ കൂട്ടുകാരോട് പുറത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അല്പം അകലെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന അലീനയും മനുവിനെയും അവർ കണ്ടില്ല. ബബിതയോട് അമൽ വീണ്ടും വീഡിയോസും ഫോട്ടോസും തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അവളെ വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അമൽ വീണ്ടും ബബിതയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന കറക്റ്റ് സമയത്തായിരിക്കട്ടെ വാതിലിൻ്റെ ഒരു മുട്ടുന്ന ശബ്ദം കേട്ടത്. എന്നാൽ അവർ പുറത്തു നിർത്തിയിരിക്കുന്ന കൂട്ടുകാരായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവർ വാതിൽ തുറന്നപ്പോഴേക്കും വാതിൽ തള്ളി തുറന്നുകൊണ്ട് തന്നെ മനുവും അലീനയും അകത്തേക്ക് വന്നു. മനു അകത്തേക്ക് കയറി 3 പേരെയും നന്നായിട്ട് കൈകാര്യം ചെയ്തു. അലീന വേഗം ഓടിച്ചെന്ന് ബബിതയെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും അമലിൻ്റെ ഫോണ് തപ്പിയെടുക്കുകയും ചെയ്തു. അമലിൻ്റെയും കൂട്ടുകാരുടെയും ഫോണിൽ നിന്ന് ദൃശ്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ മനു നശിപ്പിച്ചു.
എന്നാൽ ഇതൊരു കൊടും ചതിയാണെന്ന് അമലും കൂട്ടുകാരും മനസ്സിലാക്കും. മനു പറഞ്ഞിട്ട് ഇനി മേലാൽ ഇവളുടെ പിന്നാലെ വരികയോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. മനു അവർക്ക് ശക്തമായ താക്കീത് നൽകി. പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ബബിതയ്ക്ക് നാണക്കേടാവുമെന്ന് കരുതി മാത്രം മനു കേസൊന്നും കൊടുത്തില്ല. അങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്നും അലീന ബബിതയെ രക്ഷിച്ചു. പിന്നീട് ബബിതയ്ക്ക് അലീനയോട് സ്വന്തം ചേച്ചിയോടെന്ന പോലെ സ്നേഹമായിരുന്നു. അലീനയാണ് ബബിതയെ ആ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അമലിന് മനുവിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ അടിയുടെ ഫലമായി കുറച്ച് നാളത്തേക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ആ ഒരു ഇൻസിഡന്റ് നടന്നതോടുകൂടെ തന്നെ അലീനയും ബബിതയും തമ്മിൽ ഒരുമിക്കുകയും അവർ സഹോദരിമാരെ പോലെ സ്നേഹത്തിൽ കഴിയുകയും ചെയ്യുന്നു. ബബിതയ്ക്ക് അലീന തൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന സത്യം ഇപ്പോഴും അറിയില്ലെങ്കിൽ പോലും അവളുടെ മനസ്സിൽ ഇപ്പോഴും അലീനയ്ക്ക് തൻ്റെ സ്വന്തം ചേച്ചിയുടെ സ്ഥാനം തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ താൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനൊരു പ്രശ്നം വന്നതോടുകൂടെ തന്നെ ബബിതയ്ക്ക് പിന്നെ അലീനയോട് ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെ മഴ തോരും മുൻപേ സീരിയലിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.